കുട്ടികൾ വന്നതിന് ശേഷം എൻ്റെ ദേഷ്യമൊക്കെ പോയത്. അതിനു മുമ്പ് എനിക്ക് തന്നെ തോന്നും ഭയങ്കര ഒരു എന്താ പറയാ അഹങ്കാരിയായിരുന്നു ശരിക്കും പറഞ്ഞാല്. ജയറാം എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല. ഭയങ്കര ദേഷ്യമൊക്കെ ഉണ്ട് എനിക്ക്. എൻ്റെ ആ ഒരു ദേഷ്യം ഞാൻ സെറ്റിൽ ഡൗൺ ആയത് എൻ്റെ സിസ്റ്റർ പോയതിന് ശേഷമാണ്. എൻ്റെ അനിയത്തി മരിച്ചു. എനിക്കൊരു അവൾക്ക് 21 ആയിരുന്നു. അപ്പം ഞാനൊരു 26 വയസ്സുണ്ടായിരുന്നു ആ സമയത്താണ്. അതിന് ശേഷമാണ് ഞാൻ കാം ഡൗൺ ആയി തുടങ്ങിയത്. എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്ത ഒരു ഭയങ്കര ഇൻസിഡന്റ് ആയിരുന്നു. മക്കളോട് ദേഷ്യപ്പെടുന്ന ഒരു അമ്മയാണ്? ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ല. ഇതുവരെ ദേഷ്യപ്പെട്ടിട്ടില്ല. ഏതെങ്കിലും നിമിഷങ്ങൾ ഉണ്ടാവില്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ അവരോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവർ കേൾക്കുകയാണ് കേൾക്കട്ടെ. പക്ഷെ അവർ രണ്ടുപേരും ദൈവം സഹായിച്ച് നല്ല കുട്ടികളാണ്. കാരണം പറയുന്നത് അവര് തന്നെ അനലൈസ് ചെയ്തിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അവർ ശരിയല്ല എന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ അത് പറയും, അമ്മ പറയുന്നത് അങ്ങനെയല്ല, ഇത് തെറ്റാണ്. അവർ പറയും. ഞങ്ങള് ഓപ്പൺ ആണ് കറക്റ്റ് ചെയ്യാന്. ശരി. ഈ ചക്കയും കണ്ണനും കൂടെ ഉണ്ടാക്കുന്ന ഒരു സ്ഥിരം വഴക്ക് എന്താണ് ചേച്ചി? അവർ തമ്മിൽ വഴക്കല്ല, പക്ഷെ ഫുൾ ടൈം അടിയിടി ഉപദ്രവമാണ്. എനിക്ക് അതിനിടയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് വല്ലതും കിട്ടും. അതുകൊണ്ട് ഞാൻ മാറി നിന്നേക്കും. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കാന്നുള്ള നോക്കിയിരിക്കാം. കണ്ണന്റെ അടുത്തൊന്നും പോയി പെടാനേ പറ്റില്ല. ഞങ്ങൾക്ക് ആകെ ഇവരെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടുന്ന ഇവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും സ്റ്റോറീസും ആണ്. അപ്പൊ ഈ ബർത്ത്ഡേക്കൊക്കെ രണ്ടുപേരും പരസ്പരം കൊടുക്കുന്ന കമന്റുകളും തഗ്ഗുകളും കാണുമ്പോൾ ഞാൻ നോക്കി എനിക്ക് പൊന്നെ ഇതെന്തായിരിക്കും വീട്ടിൽ നടക്കുന്നത്. വീട്ടിൽ വഴക്കൊന്നുമില്ല. വഴക്കൊന്നുമില്ല. ചക്കിയുടെ പാട്ട് എടുത്തിട്ട് ഏതോ ഒരു പാട്ട് വെച്ചിട്ട് ചക്കി ഡാൻസ് ചെയ്യുന്നത് ഒക്കെ ഇൻസ്റ്റയില് ഈയിടെ കണ്ടില്ലേ. ഞാൻ ഐസ്ക്രീം കഴിക്കുന്നത് എനിക്ക് അല്ല കണ്ണനാ ചെയ്തത്. പാവം ജയറാം ഇതൊന്നും ചെയ്യില്ല. ജയറാം പാവോ. ജയറാം ഇതൊന്നും ചെയ്യില്ല. കണ്ണനെ വിശ്വസിക്കാനേ പറ്റില്ല. ചേച്ചി എപ്പോഴാണ് അറിഞ്ഞത് ആ ഐസ്ക്രീം? ഇല്ല, എനിക്ക് ആകെ ഒരു ദിവസം ചീറ്റ് ഡേ, വീക്ക്ലി വൺസ്. ബാക്കി എല്ലാ ദിവസവും ഈ ചീറ്റ് ഡേയുടെ നെക്സ്റ്റ് ഡേ ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ഇരിക്കും. കാരണം ഈ കഴിച്ചതെല്ലാം ഒന്ന് ഇറങ്ങണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ഐസ്ക്രീം. അങ്ങനെ ഞാൻ കണ്ണൻ്റെ റൂമിൽ നിന്ന് TV ഒക്കെ കണ്ട് ഒരു ഫുൾ ഡബ്ബ ഐസ്ക്രീം ഒക്കെ എടുത്ത് വെച്ചിരുന്ന് കഴിക്കാൻ. ഞാൻ അറിയുന്നേ ഇല്ല ഇപ്പം ഷൂട്ട് ചെയ്യുന്ന കാര്യം. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല. ഇൻസ്റ്റയിൽ ഇടാൻ പോവാണെന്നുള്ള അറിഞ്ഞില്ല. അത് വന്നു കഴിഞ്ഞപ്പോ അല്ലല്ല, വന്നു കഴിഞ്ഞപ്പോ ഞാൻ നോക്കി കണ്ണന്റെ പേജ്. കണ്ണൻ പറഞ്ഞു അമ്മ എന്റെ പേജ് ഒന്നും നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴേക്കും ഇത് ഞാൻ വിചാരിച്ചു ആരില്ല എന്ന് വിചാരിച്ചു. ചിലപ്പോ നമ്മള് ചില ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആയിരിക്കുമ്പോഴത്തേക്കും അയ്യോ നമ്മുടെ മേക്കപ്പ് അല്ലാത്ത നമ്മുടെ വീട്ടിലിരിക്കുന്ന അതൊന്നും ഇടണ്ട, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റ്യൂം അങ്ങനെ 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 എപ്പോഴെങ്കിലും ചേച്ചി കോൺഷ്യസ് ആയിട്ടുണ്ടോ?